ആ അതിനി കുറച്ച് ടൈം കൂടി എടുക്കുന്നേ. ഇവിടുന്ന് മോളെയും കൊണ്ട് ദിവസവും പോയി വരാൻ ബുദ്ധിമുട്ടാ. പിന്നെ കമ്പനിയുടെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അല്ല, ഞാനിവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ ആരെ കാണാനാ നിങ്ങൾ വന്നത്? ദാസങ്ങളെ കാണാനാണോ? ഏയ്, അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി. 5 മണിക്ക് കമ്പനി അടയ്ക്കുമല്ലോ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവുന്ന കരുതി തന്നെയാ ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങള് പഞ്ചരത്നത്തില് പോയിരുന്നു. അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. അല്ല, എന്താ പെട്ടെന്ന് പഞ്ചരത്നത്തിലേക്ക് പോവാൻ? അച്ഛൻ നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചോ? ഏയ്, അച്ഛൻ എന്താവശ്യം വന്നാലും ഞങ്ങളെ വിളിക്കില്ലല്ലോ. ഞാനും ശബരേട്ടൻ എപ്പോഴും പഞ്ചരത്നത്തിലെ ക്ഷണിക്കാതെ വരുന്ന അതിഥികളാണല്ലോ. ഞങ്ങള് അച്ഛന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പോയതാ ചേച്ചി. ഒരു ദിവസം മുഴുവൻ അച്ഛന്റെ പേരിൽ നമ്മളെല്ലാവരും മുൾമുനയിൽ നിന്നതല്ലേ. അത് അച്ഛന്റെ ഫോൺ കംപ്ലൈന്റ് ആയതായിരുന്നു ശബരി പ്രശ്നമായത്. ഒരു രാത്രി അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ടെൻഷൻ ആവുമെന്ന് അച്ഛൻ പോലും വിചാരിച്ചില്ല. അല്ല, നിങ്ങൾ പോയി കണ്ടപ്പോ അച്ഛൻ ഓക്കെ ആയിരുന്നില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങളവിടെ ചെല്ലുമ്പോ അച്ഛൻ സ്വന്തമായിട്ട് പാചകമൊക്കെ ചെയ്യാൻ ഒരുങ്ങായിരുന്നു. പിന്നെ ഞാനും ശബരേട്ടനും അതങ്ങ് ഏറ്റെടുത്തു. ഞങ്ങളിന്ന് അവിടെ ഒരു സദ്യ തന്നെ ഒരുക്കിയെന്ന് പറഞ്ഞാൽ മതി. അച്ഛനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ ചേച്ചി. ആ, നമ്മുടെ അച്ഛൻ ഇനി ഇത്തരം സന്തോഷങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് അച്ഛൻ ആഗ്രഹിച്ച രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്നില്ലേ? ഉപേക്ഷിച്ചു പോകുന്നോ? ആരാടി അച്ഛൻ ഉപേക്ഷിച്ചത്? ഞങ്ങൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയിന്ന് അച്ഛൻ നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞു ശബരി? ഏയ്, അങ്ങനെ ഒന്നും അച്ഛൻ പറഞ്ഞില്ല. നീ എന്തിനതേ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛൻ അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ മക്കളെ പറ്റി പരാതി പറയൂ ശബരേട്ട. പക്ഷേ എനിക്ക് അച്ഛന്റെ മനസ്സറിയാം. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും പഞ്ചരത്നം വിട്ട് വന്നതില് അച്ഛന് നല്ല വിഷമമുണ്ട്. അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടനും അവിടെ അച്ഛന്റെ കൂടെ നിൽക്കായിരുന്നു. എന്ന് വെച്ചാ എന്റെ ജീവിതം പഞ്ചരത്നത്തിന്റെ അടുക്കളയിൽ എരിഞ്ഞടങ്ങട്ടേന്ന് അല്ലേ? നിന്റെ പൂതി നടക്കില്ലതേ. നിനക്ക് അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലേ നീ പോയി പഞ്ചരത്നത്തിൽ നിൽക്ക്.